നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ ദുർവ ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ ചാപ്റ്ററാണ്. 8ാമത്തെ ചാപ്റ്ററുടെ പേര് കാബൂളിവാല എന്നാണ്. കാബൂളിവാല എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ. എഴുതിയിരിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്. നമുക്ക് നോക്കാം ഈ കഥയിൽ എന്താ പറയുന്നത്. ശേഷം മേരി 5 वर्ष की लाडली बेटी मिनी अगड़म बगड़म का खेल छोड़कर खिड़की की तरह भागी और ज़ोर से पुकारने लगी, കാബൂലി വാലേ ഓ കാബൂലി വാലേ. സഹസ പെട്ടെന്ന് എൻ്റെ 5 വയസ്സുള്ള മോള് അവളുടെ അകടം പകടം ഒരു കളിയാണ്. ആ കളിയെല്ലാം വിട്ട് ആ കളിയെല്ലാം നിർത്തി ഖിടിക്കി തറ ഭാഗി. ഖിടിക്കി എന്ന് പറഞ്ഞാൽ ജനലിൻ്റെ അടുത്തോട്ട് ഓടി. എന്നിട്ട് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. പുക്കാറിനെ ലഗി എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? കാബൂലി വാലേ ഓ കാബൂലി വാലേ, കാബൂലി വാലേ കാബൂലി വാലേ എന്ന് വിളിക്കുകയാണ്. മേ ഇസ് സമയ ഉപന്യാസ് ലിഖ് രഹാ ഥാ. ഈ അച്ഛൻ, ഈ ലേഖകൻ, എഴുതുന്ന ആൾ എന്താണ് ചെയ്യുന്നത്? മേ ഇസ് സമയ ഉപന്യാസ് ലിഖ് രഹാ ഥാ. ഉപന്യാസം എഴുതുകയായിരുന്നു. नायक नायिका को लेकर अंधेरी रात में जेल की ऊंची खिड़की से नीचे बहती नदी के जल में कूद रहा था. ഇവിടെ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? ആ കഥയിൽ നായകൻ നായികയും കൊണ്ട് നല്ല ഇരുട്ടുള്ള രാത്രിയിൽ ജയിലിൻ്റെ നല്ല ഉയരത്തിലുള്ള ജനലിൽ നിന്ന് താഴെ ഒഴുകുന്ന നദിയിലോട്ട് എടുത്ത് ചാടുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഘടന വഹിരുക്കി. അപ്പോൾ ഈ മോള് ആ ജനലിൻ്റെ അടുത്ത് ചെന്ന് കാബൂലി വാലേ എന്ന് വിളിച്ചപ്പോൾ ഇദ്ദേഹം ഉപന്യാസം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഉപന്യാസം അവിടെ നിന്നു. സോച്നെ ലഗ. എന്നിട്ട് ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? മേരി ബേട്ടിക്ക് ഇതിനി ചഞ്ചൽ ഓർ ബാധുനി ഹെ. ചഞ്ചൽ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാത്ത, എത്ര ഒതുങ്ങിയിരിക്കാത്ത എൻ്റെ കുട്ടിയാണ്. അതുപോലെ തന്നെ ബാധുനി എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന ഒരു വായാടിയാണല്ലോ എന്ന് ആ അച്ഛൻ തൻ്റെ മോളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അഭി കുച്ച് പൽ പെഹലെ, കുറച്ച് നേരം മുമ്പാണ് അവ മേരെ पैरों के पास बैठी खेल रही थी. എൻ്റെ കാലിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് കളിക്കുകയായിരുന്നു കുറച്ച് മുമ്പ്. അച്ചാനക് ഉസെ യഹ് ക്യാ സൂചി. പെട്ടെന്ന് തന്നെ അവളെ എവിടെ എത്തിയിരിക്കുന്നു? മിനിക്ക് ഇസ് കാം സെ മുझे अचरज तो नहीं हुआ पर परेशानी जरूर महसूस हुई. മിനി ഇങ്ങനെ ചെയ്തുകൊണ്ട് അയാൾക്ക് അരിശമൊന്നും വന്നില്ല, ദേഷ്യമൊന്നും വന്നില്ല. പക്ഷേ ചെറിയതായിട്ട് ബുദ്ധിമുട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഉപന്യാസം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. മേനെ സോച്ച. ഈ അച്ഛൻ വിചാരിക്കുകയാണ്, ബസ് അബ് പീഠ് പർ झोली लिए काबुली वाला आ खड़ा होगा. मेरा 17वां अध्याय अब पूरा नहीं हो सकता. അപ്പോൾ ഈ അച്ഛൻ വിചാരിക്കുകയാണ്, ആ പുറത്ത് സഞ്ചിയും തൂക്കി വരുന്ന ആ കാബൂലി വാല, ആ കച്ചവടക്കാരൻ വന്നിട്ടുണ്ടാവും. ഇനി എൻ്റെ ഈ സത്ര എന്ന് പറഞ്ഞാൽ 17ാമത്തെ അധ്യായമാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. ഈ അധ്യായം എനിക്കിപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു ഈ അച്ഛൻ. जो ही काबुली वाले ने हंसकर मुंह फेरा और मेरे घर की और आने लगा. അങ്ങനെ അപ്പോൾ തന്നെ കാബുലി വാല തിരിഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ത്യോ ഹി വ ഘർ കെ അന്തർ ഭാഗായി. അങ്ങനെ കാബൂലി വാല വീട്ടിനകത്തോട്ട് വരികയാണ്. അപ്പോൾ തിരിച്ചു അങ്ങ് വീട്ടിലോട്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മോള്
ഓടി എൻ്റെ അടുത്തോട്ട് വന്നു, ഉള്ളിലോട്ട് ഓടി വന്നു. घर के अंदर भाग आई, വീടിൻ്റെ ഉള്ളിലോട്ട് ഓടി വന്നു. उसके मन में एक झूठा विश्वास था. മിനിയുടെ, എൻ്റെ മോളുടെ മനസ്സിൽ ഒരു തെറ്റായ വിശ്വാസം ഉണ്ടായിരുന്നു. झूठा विश्वास था. काबुली वाला अपनी झोली में उसी की तरह के 2-4 चुराए गए बच्चे छिपाए रहता है. അവളെന്താ വിചാരിച്ചിരുന്നത്, ഈ കാബൂലി വാലേൻ്റെ ഈ ജോലി എന്ന് പറഞ്ഞാൽ ഈ സഞ്ചിയിൽ അവളെപ്പോലെ 2-4 കുട്ടികളെ ആ കാബൂലി വാല പിടിച്ചുകൊണ്ട് ആ സഞ്ചിയിലിട്ട് കൊണ്ടുപോകായിരിക്കും. സഞ്ചിയിൽ ഇവളെപ്പോലുള്ള കുറച്ച് കുട്ടികളെ അദ്ദേഹം എടുത്തുകൊണ്ട് പോകുമായിരിക്കും. അങ്ങനെയാണ് മിനി വിശ്വസിച്ചിരുന്നത്. इधर काबुली वाला आकर मुस्कुराता हुआ मुझे സലാം करने खड़ा हो गया. അപ്പോൾ ഈ കാബൂലി വാല വീട്ടിലോട്ട് വന്നിട്ട് ഈ അച്ഛൻ്റെ എൻ്റെ അടുത്ത് വന്ന് ചിരിച്ചു. മുസ്കുരാന എന്ന് പറഞ്ഞാൽ ചിരിക്കുക. ചിരിച്ച് സലാം ചെയ്തു, വിഷ് ചെയ്തു. എന്നിട്ട് നിൽക്കുകയാണ്. ആദ്മി കോ घर पर बुलाकर कुछ न खरीदना अच्छा नहीं लगता. അപ്പോൾ ഒരാളെ വീട്ടിലോട്ട് വിളിച്ചിട്ട്, ഒരു കച്ചവടക്കാരനെ വീട്ടിലോട്ട് വിളിച്ചിട്ട് ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. ഇസലിയെ ഉസ്സെ കുച്ച് ഖരീദ. അതുകൊണ്ട് അയാളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. 2-4 ബാത്തേം ഹുയി. കുറച്ച് വർത്താനം പറഞ്ഞു. പതാ ചല ഉസ്കാ നാം റഹ്മത്ത് ഥ. അപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ആ കച്ചവടക്കാരൻ്റെ പേര് റഹ്മത്ത് എന്നാണ്. അന്ത് മേ ഉഠ്കർ ചലത്തെ സമയ ഉസ്നെ പൂച്ച. അപ്പോൾ പിന്നെ എന്നിട്ട് അവസാനം അതൊക്കെ കഴിഞ്ഞ് കാബൂലി വാല പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന സമയത്ത് കാബൂലി വാല ചോദിച്ചു, ബാബു തുമാലി ലടുക്കി കഹാങ്കി, നിങ്ങളുടെ മോൾ എവിടെ പോയി? मैंने मिनी के डर को पूरी तरह ख़त्म करने के लिए उसे भीतर से बुलवा लिया. അപ്പോൾ ഞാൻ എൻ്റെ മോളുടെ ആ ഡർ എന്ന് പറഞ്ഞാൽ പേടി മൊത്തമായിട്ട് മാറ്റാനായിട്ട് അവളെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വിളിച്ചു. വഹ മുझसे सटकर काबुली वाले के चेहरे और झोली की ओर शक भरी नज़र से देखती हुई खड़ी रही. അപ്പോൾ മോള് അകത്ത് നിന്ന് പുറത്തു വന്നു, എൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് കാബൂലി വാലയുടെ ഫേസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ കാബൂലി വാലേൻ്റെ സഞ്ചിയൊക്കെ ഷക് ഭരി നസർസെ, ഇത് ഒരു സംശയത്തോടെ നോക്കി നിന്നു. കാബൂലി ഉസെ झोली के अंदर से कुछ सूखे मेवे निकाल कर देने लगा, पर वह लेने को किसी तरह राजी नहीं हुई. അപ്പോൾ കാബൂലി വാല എന്ത് ചെയ്തു, അയാളുടെ സഞ്ചിയിൽ നിന്ന് കുറച്ച് മിഠായി എടുത്തിട്ട് അവൾക്ക് കൊടുക്കാൻ നോക്കി. പക്ഷേ അവൾ വാങ്ങിക്കാൻ തയ്യാറായിരുന്നില്ല. ദുഗ്നെ ഡർ സെ മേരെ ഘുട്നെ സെ സഡ്കർ രഹി. ഇരട്ടി പേടിയോടെ അവൾ എൻ്റെ കാലിനോട് ചേർന്ന്, എൻ്റെ അടുത്ത് ചേർന്ന് നിന്നു. കുച്ച് ദിൻ ബാദ് ഏക് ദിൻ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം സവേരെ കിസി കാം സെ ഘർ സെ ബാഹർ ജാത്തെ സമയ ദേഖ. അപ്പോൾ ഞാൻ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോകുമായിരുന്നു രാവിലെ. അപ്പോൾ നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, മേരി നന്നി ബേട്ടി ദർവാजे के पास बेंच पर ऊपर बैठी अपनी बेसिर पैर की बातें कर रही है. അപ്പോൾ എൻ്റെ മോൾ എന്താ ചെയ്യുന്നത്, ബെഞ്ചിൻ്റെ മുകളിലിരുന്നിട്ട് തലയും വാലും ഒന്നുമില്ലാത്ത, ബേസിർ പേർ എന്ന് പറഞ്ഞാൽ തലയും കാലും ഒന്നുമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാബൂലി വാല ഉസ്കെ പേരോ കെ പാസ് ബൈഠ മുസ്കുരാത്ത ഹുവ സുൻ റഹാ ഹെ. കാബൂലി വാല എന്താ ചെയ്യുന്നത്, അപ്പോൾ അവളുടെ കാലിനടുത്ത് ചെന്ന് ചിരിച്ചുകൊണ്ട് അവൾ പറയുന്നതെല്ലാം കേൾക്കുകയാണ്. വഹ ബീച്ച് ബീച്ച് മേ മിനി കി ബാത്തോ പെർ അപ്നി റായ് ഭി ബതാത്ത ജാത്ത ഹെ. അപ്പോൾ മിനി പറയുന്നതെല്ലാം കേട്ടിട്ട്, മോള് പറയുന്നതെല്ലാം കേട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കാബൂലി വാലയും അദ്ദേഹത്തിന് പറയാനുള്ളതും കൂടി പറയുന്നുണ്ട്. മിനി കോ अपने 5 साल के जीवन में
पिता के अलावा ऐसा धीरज रखकर आ, उसकी बातों को सुनने वाला കഭി नहीं मिला था. അപ്പോൾ ഈ അച്ഛനല്ലാതെ അവളുടെ ഈ 5 വർഷത്തിൽ അവളുടെ ഈ ആ, ഇങ്ങനെയുള്ള വാലും തലയൊന്നും ഇല്ലാത്ത കാര്യങ്ങളെല്ലാം കേൾക്കാനായിട്ട് ഒരാളെയും കിട്ടിയിരുന്നില്ല. मैंने ये भी देखा कि उसका छोटा आंचल बादाम किशमिश से भरा था. അപ്പോൾ ആ മിനിയുടെ ആ ചെറിയ കയ്യിൽ ബദാമും കിസ്മിസും ഒക്കെ നിറഞ്ഞിരിക്കുന്നു. കാബൂലിവാല കൊടുത്തതാണ്. मैंने കാബൂലിവാല से कहा, കാബൂലിവാലയോട് പറഞ്ഞു, ഉസെ ये सब क्यों दिया, ഇതൊക്കെ എന്തിനാണ് അവൾക്ക് നിങ്ങൾ കൊടുത്തത്. अब फिर मत देना, ഇനി കൊടുക്കരുത്, ഇനി കൊടുക്കണ്ട. मैंने जेब से एक अठन्नी निकाल कर उसको दे दी. പൈസ പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് അദ്ദേഹം ആ കാബൂളിവാലയ്ക്ക് കൊടുത്തു, കച്ചവടക്കാരന് കൊടുത്തു. കാബൂളിവാലാനെ അഠന്നി മുझसे लेकर अपने झोली में रख ली. അപ്പോൾ ആ പൈസ എൻ്റെ നിന്ന് വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ ആ കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ ബാഗിൽ വെച്ചു. ഘർ ലോട്ട് കർ ആയാത്തോ ദേഖ, ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ എന്താ കാണുന്നത്, ഉസ് അഠന്നി കോ ലേക്കർ പൂര झगड़ा मचा हुआ था. ആ പൈസയും പറഞ്ഞിട്ട് എനിക്ക് എവിടെ നിന്നാണ് ഈ മിഠായി കിട്ടിയത്, അതിനുള്ള പൈസ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മോളും മോളുടെ അമ്മയും തമ്മിലാണ്. അമ്മ അവിടെ മോളിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിനിക്ക് മാ ഉസ്സെ പൂച്ച് രഹി थी, മിനിയുടെ അമ്മ മിനിയോട് ചോദിക്കുകയാണ്, തുഛെ യ അഠന്നി കഹാ മിലി, ഈ പൈസ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നാണ് അമ്മ ചോദിക്കുന്നത്. മിനി കയറേതി, മിനി പറയുന്നുണ്ടായിരുന്നു, കാബൂലിവാലനെ ദി, കാബൂലിവാല തന്നതാണ്. മെനെ മാങ്കാ നഹീ താ, ഞാൻ ചോദിച്ചിരുന്നില്ല, ഞാൻ ചോദിക്കാതെ കാബൂലിവാല തന്നതാണ്. ഉസ്നെ ഖുദ് ദേതി, സ്വന്തമായിട്ട് തന്നതാണ്, അല്ലാണ്ട് ഞാൻ ചോദിച്ചിട്ട് തന്നതല്ല. मैंने मिनी की माँ को समझाया और मिनी को बाहर ले गया. മിനിയുടെ അമ്മയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി, പിന്നെ മിനിയെ ഞാൻ പുറത്തോട്ട് കൊണ്ടുവന്നു. पता चला कि इस दौरान काबूलीवाला ने लगभग रोज़ आकर मिनी को पिस्ता बादाम देकर उसे उसके नन्हे दिल का विश्वास पा लिया है. അപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ അപ്പോൾ ഈ കാബൂലിവാല എല്ലാ ദിവസവും വരും, ഈ മിനിക്ക് ബദാമും ഈ പിസ്തയൊക്കെ കൊടുത്ത് അങ്ങനെ അവർ തമ്മിൽ കൂട്ടായി. വേ ആപ്പസ് മേ ദോസ്ത് ബൻ ഗേ ഹെ, അവർ രണ്ടുപേരും കൂട്ടുകാരായി. दोनों में कुछ बंधी हुई बातें और हंसी मजाक चलते. അവർ തമ്മിൽ സംസാരിക്കും, അവർ തമ്മിൽ ചിരിക്കും, അങ്ങനെ കളിയും ചിരിയൊക്കെ ഉണ്ടായിരുന്നു. കാബൂലി റഹ്മത്ത് को देखते ही मेरी बेटी हंसते हुए पूछती. ആ കാബൂലി റഹ്മത്തിനെ കാണുമ്പോൾ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ മോൾ ചോദിക്കും, കാബൂലി വാലെ തുമാരി ജോലി മേ ക്യാ ഹെ, കാബൂലി വാലെ നിൻ്റെ സഞ്ചിയിൽ എന്താണ്. ഇപ്പോൾ റഹ്മത്ത് ഹസ്സെ ഹുയെ, ആ കാബൂലി വാല റഹ്മത്ത് ചിരിച്ചുകൊണ്ട് പറയും, ഹാത്തി, എൻ്റെ സഞ്ചിയിൽ ഹാത്തിയാണ്, ആനയാണ്. മത്ലബ് ഉസ്കെ ജോലി മേ ഹാത്തി ഹെ, ഹാത്തിയാണ്, ആനയാണ്. ഇസ് ബാത് സേ ദോനോ ഖൂബ് ഹസ്തെ, അത് കേട്ടിട്ട് രണ്ടുപേരും പൊട്ടിച്ചിരിക്കും. ഉന്മേ ഏക് ഓർ ഹസി ഭരി ബാത് ചൽത്തി थी, അവരുടെ ഇടയിൽ ഒരു ചിരിക്കുന്ന വേറൊരു കൗതുകം നിറഞ്ഞ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. റഹ്മത്ത് മിനി സെ കേത്ത, മിനിയോട് ചോദിക്കും റഹ്മത്ത്, കാബൂലിവാല ചോദിക്കും, മിനി തും ക്യാ സസുരാൽ കഭി ന ജാओगे, നീ ഒരിക്കലും നിൻ്റെ സസുരാലിൽ പോവില്ലേ. സസുരാൽ എന്ന് പറഞ്ഞാൽ അമ്മായപ്പൻ്റെ വീട്, അതായത് ഭർത്താവിൻ്റെ വീട് അല്ലെങ്കിൽ ഭാര്യയുടെ വീട്. സസുരാൽ का मतलब नहीं समझने के कारण മിനി ഉലട്ട്കർ പൂസ്തി, തും സസുരാൽ ജാओगे. അപ്പോൾ സസുരാൽ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് മിനി ഇദ്ദേഹത്തോട് കാബൂലിവാലയോട് ചോദിക്കും, നീ പോവില്ലേ, നിങ്ങൾ പോവില്ലേ സസുരാലിൽ. रहमत ससुर के लिए खूब मोटा घूसा
താൻ കർ कहता मैं ससुर को मारूंगा, ഞാൻ സസുർ മായപ്പനെ ഞാൻ അടിക്കും എന്ന് എന്ന് പറയും. ദേഷ്യത്തോടെ അദ്ദേഹത്തിൻ്റെ ഫാദർ ഇൻ ലോയെ ഇങ്ങനെ ചെയ്യുമെന്ന് പറയും. सुनकर मिनी ससुर नाम की किसी अनजाने जीव को पीटी पिटाई हालत के बारे में सोचकर खूब हंसती. അപ്പം മിനിക്ക് എന്താണ് തോന്നുന്നത്, സസൂർ എന്ന് പറയുന്നത്, അമ്മായപ്പൻ എന്ന് പറയുന്നത് ഏതോ ഒരു ജീവിയാണെന്ന്. ആ ജീവിയെ തല്ലുപടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ആ ഒരു ജീവിയുടെ സ്ഥിതി ആലോചിച്ചുകൊണ്ട് മിനി പിന്നെയും ചിരിക്കും. മുജ്മേ ദേശ് വിദേശ് ഘൂമനേക്ക് ഇച്ഛാ ഹൈ. ഈ അച്ഛൻ വിചാരിക്കും എനിക്ക് ദേശത്തും വിദേശത്തും ഒക്കെ എനിക്ക് സഞ്ചരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ലേക്കിൻ അപ്നെ കമരെ സെ ബാഹർ നിക്കൽത്തേ ഹി ഘബറാഹട്ട് ഹോനെ ലഗ്തി ഹൈ. എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും എനിക്ക് എന്തോ ഒരു ഘബറാഹട്ട് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നും. इसलिए सुबह अपने कमरे में मेज़ के सामने बैठकर इस काबुली के साथ बातचीत करने से बाहर घूमने का काफ़ी काम हो जाता है. അപ്പോൾ എൻ്റെ വീട്ടിലെന്നും വരുന്ന ഈ കാബൂളിവാല പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട്, ഈ കാബൂളിവാല എല്ലാ സ്ഥലത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണ് ഈ കച്ചവടക്കാരൻ. അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളും പോയില്ലെങ്കിൽ പോലും ഈ കാബൂളിവാല പറയുന്നത് കേട്ടാൽ എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ये वह टूटी फूटी बंगला में अपने देश की बातें कहते हैं और उसकी तस्वीरें मेरी आँखों के सामने आ जाती हैं. ആ ടൂട്ടി ഫൂട്ടി എന്ന് പറഞ്ഞാൽ മുറി ബംഗ്ല എന്ന് പറഞ്ഞാൽ ബംഗാളിയിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നാട്ടിലെക്കുറിച്ച് പറയും. അങ്ങനെ പറയുമ്പോൾ എൻ്റെ മുമ്പിൽ ആ ദേശത്തിൻ്റെ, ആ രാജ്യത്തിൻ്റെ, ആ സ്ഥലത്തിൻ്റെ ചിത്രം എൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകും. ലേക്കിൻ മിനി की माँ बहुत शक्की स्वभाव की महिला थी. മിനിയുടെ അമ്മയ്ക്ക് വളരെ സംശയത്തിൻ്റെ സ്വഭാവമുള്ള ആളായിരുന്നു. റഹ്മത്ത് കാബൂളിവാലെ पर उन्हें भरोसा नहीं था. ആ കാബൂളിവാല, ആ കച്ചവടക്കാരൻ റഹ്മത്ത്, അദ്ദേഹത്തെ ഈ മിനിയുടെ അമ്മയ്ക്ക് തീർത്തും വിശ്വാസം ഉണ്ടായിരുന്നില്ല. उन्होंने मुझसे बार बार उस पर खास तौर से नज़र रखने के लिए प्रार्थना की. അപ്പോൾ എപ്പോഴും മിനിയുടെ അമ്മ എന്നോട് പറയും ഈ കാബൂളിവാലയെ സൂക്ഷിച്ചോണം എന്ന്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ കുട്ടീനെ എങ്ങാനും തട്ടിക്കൊണ്ടു പോയാലോ എന്നായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയാലോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പറയും ഈ കാബൂളിവാലയെ ഒന്ന് ശ്രദ്ധിച്ചോണമെന്ന്. നമുക്കിനി അടുത്ത പാട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.